എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലനെ കാണാനായിട്ട് ഗോവർദ്ധൻ വന്നിട്ടുണ്ട്. ഗോവർദ്ധൻ ഐസിയു കയറി കാണുന്നു. ഒരു 5 മിനിറ്റ് കൊണ്ട് സംസാരിച്ചിറങ്ങണം എന്ന് നേഴ്സ് പറയുന്നുണ്ട്. കയറി വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ബാലേട്ടനെ എന്ന് ചോദിക്കുമ്പം എന്താവാനാ, ചത്തുപോയെങ്കിൽ സമാധാനം ആയേനെ എന്ന് പറയുമ്പം ബാലേട്ടൻ ഇങ്ങനെയൊന്നും പറയല്ലേ, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഗോവർദ്ധൻ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി എനിക്ക് എന്ത് ആശ്വാസം വരാനാ, അങ്ങ് ചിതയിലേക്ക് എടുത്തായിരുന്നെങ്കിൽ ആശ്വാസം ആയേനെ എന്നൊക്കെ പറയുവാണ്. ആകെ തകർന്നിരിക്കുവാണ് ബാലേന്ദ്രൻ. ഏതായാലും ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുന്നേ, രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒന്നും ചെയ്യണ്ട എന്നാണ് ഞാൻ കരുതിയിരുന്നത്, ജാമ്യത്തിലെടുക്കണ്ട എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, മകനായി പോയില്ലേടോ, ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര വിഷമത്തോടെയാണ് ചോദിക്കുന്നത്. അന്നേരം പോലീസുകാരെ ആരെങ്കിലും പോയി കണ്ടാലോ എന്ന് ചോദിക്കും ഗോവർദ്ധൻ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ പോയി കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ആ പോലീസുകാരൻ, ആ SI എന്നെ നന്നായിട്ട് അറിയാവുന്നതാണ്. എന്നിട്ടും എൻ്റെ മുന്നിലിട്ട് ഒന്നല്ല പലതവണ രോഹിത്തിനെ അടിച്ചു. ശത്രുക്കൾ പോലും അങ്ങനെ ചെയ്യുകയില്ല. ആ സ്ഥിതിക്ക് നമ്മൾ ആ വഴി പോയിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നിങ്ങനെ പറയുന്നു. അന്നേരം ഗോവർദ്ധൻ ചോദിക്കും, എന്നാൽ ഞാനൊരു വക്കീലിനെ പോയി കാണട്ടെ എന്ന്. അന്നേരം അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ബാലേട്ടൻ്റെ ഫോൺ എന്ത് ചെയ്യും, അതിവിടെ ഇല്ലേ എന്ന് ചോദിക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയും, അത് അലീനെ എടുത്തുകൊണ്ട് പോയി, അവളത് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്, ചോദിച്ചിട്ടും തന്നില്ല എന്ന് പറയുന്നു. അന്നേരം ഗോവർദ്ധൻ ചോദിക്കും, എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കണമെങ്കിൽ ബാലേട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ ഇനി എന്താ ഒരു മാർഗ്ഗം എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നെ വിളിക്കണ്ട, അലീനെ വിളിച്ച് ചോദിച്ചാൽ മതി, അവൾ പറയുന്ന രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറയുന്നു. അന്നേരം ഗോവർദ്ധൻ പറയുവാണ്, അലീന കടകളൊന്നും കുറച്ച് ദിവസത്തേക്ക് തുറക്കണ്ട എന്ന് പറഞ്ഞു എന്ന്. അന്നേരം അവൾ പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറയുമ്പം ഗോവർദ്ധൻ ചോദിക്കും, അങ്ങനെ കുറേ ദിവസം കട അടച്ചിടുമ്പോൾ ജോലിക്കാർ ചോദിക്കില്ലേ എന്താന്ന്, അവരോട് എന്ത് പറയും എന്ന് ചോദിക്കുക. അന്നേരം ബാലൻ പറയും, അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ വെച്ച് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. ഏതായാലും പറ്റുന്നത് പോലെ വക്കീലിനെ പോയി കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം, ബാലേട്ടൻ സമാധാനമായിട്ട് കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവർദ്ധൻ അവിടെ നിന്ന് ഇറങ്ങി പോരുക. ഈ സമയം മനുവിനെ വിളിക്കുന്നുണ്ട് ശിവേട്ടൻ. ഹരിയനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണ്ടേ, അതിനു വേണ്ടിയാണ് വിളിക്കുന്നത്. അന്നേരം മനുവിനോട്, എടാ നീ വീട്ടിൽ തന്നെ ഇരിക്കുവാണോ, അവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ, സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ എന്തെങ്കിലും ചെയ്യണ്ടേ, പോലീസുകാർക്ക് പൈസ കൊടുക്കണമെങ്കിൽ പൈസ കൊടുക്കാം, അവനെ ലോക്കപ്പിലിട്ട് അവർ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്, അതിനുവേണ്ടി എന്തെങ്കിലും പൈസ കൊടുക്കുക എന്നൊക്കെ പറയുമ്പം മനുവിന് ദേഷ്യം വരും. മനു പറയുന്നുണ്ട്, ഞാനൊരു കാര്യം തുറന്നങ്ങ് പറഞ്ഞേക്കാം, ഞാൻ പറയുന്നത് കേട്ടിട്ട് ദേഷ്യം തോന്നിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവനെ പോലീസ് സ്റ്റേഷനിൽ ഇട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പിൽ കൊണ്ടുപോയിട്ടാണെങ്കിൽ അടിച്ച് പദം വരുത്തണം, എങ്കിലേ അവൻ നേരെയാവുള്ളൂ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇടപെടില്ല എന്ന് പറയുവാണ്. എന്നിട്ട് ശിവൻ ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണി ചെയ്യുക, എന്ത് കാര്യമാണ് ഈ പറയുന്നത്, നിൻ്റെ കൂടപ്പിറപ്പല്ലേ, അവനെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, എൻ്റെ കൂടപ്പിറപ്പോ, അവൻ ഇതിനു മുമ്പും ഇതേ തെറ്റ് ആവർത്തിച്ചിട്ടുണ്ട്, അന്ന് അവനെ ഞാൻ പോലീസുകാരെ എടുത്തിട്ടിരിക്കുന്ന പോലെ ഇടിച്ചതാണ്, എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ, അവൻ വീണ്ടും അത് തന്നെ ചെയ്തില്ലേ, അതുകൊണ്ട് ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൻ വേറെ ഏതെങ്കിലും പെൺകൊച്ചിൻ്റെ നെഞ്ചത്ത് പോയി കയറും, അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അവൻ പോലീസുകാരുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് മേടിക്കണം, അവൻ കുറച്ച് കാലം ജയിലിൽ കിടക്കണം, എങ്കിലേ ശരിയാകുള്ളൂ എന്ന് പറയുക. എന്നിട്ട് മനു അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഞാൻ ഇതെല്ലാം കേട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറിയിട്ട് വേണം അവൻ്റെ ചേട്ടനാണ് എന്നറിയുമ്പം നീ ആരെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടടാ എന്ന് ചോദിച്ച് എന്നെ പിടിച്ച് അവിടെ ഇരുത്താൻ, ഇത് കുടുംബ പാരമ്പര്യമാണോടാ എന്നൊക്കെ ചോദിച്ച് അവർ പല ചോദ്യങ്ങളും എന്നോടും ചോദിക്കും, അതിനെല്ലാം മറുപടി പറയേണ്ടിയും വരും, എന്തിനാ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചെന്ന് കയറി കൊടുക്കുന്നത്, അതുകൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയും. അന്നേരം ശിവൻ ചോദിക്കും, എങ്ങനെയെങ്കിലും ജാമ്യത്തിലെടുക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, നിനക്കൊരു വക്കീലിനെ പോയി കാണാൻ പറ്റുമോ എന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, വക്കീലിനെ പോയി കണ്ടിട്ട് കാര്യമൊന്നുമില്ല, ജാമ്യമൊന്നും കിട്ടിയില്ല, ഇത് പോക്സോ കേസാണ്, ഏതായാലും അവനെ റിമാൻഡ് ചെയ്യും, അവൻ കുറച്ച് കാലം അകത്ത് കിടക്കട്ടെ, എന്നിട്ട് ഒരു 2-3 മാസം കഴിയുമ്പോൾ അച്ഛൻ ഇങ്ങോട്ട് പോവാം, എന്തെങ്കിലും ആൾക്കാർ പയ്യെ എല്ലാം ഒന്ന് മറന്നു തുടങ്ങും, അന്നേരം മകന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, ഏതായാലും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരം ശിവൻ പറയാം, എങ്കിൽ ഞാൻ ഗംഗേട്ടനെ വിളിക്കാം, എക്സ് മിലിറ്ററിക്ക് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും പോലീസുകാരെ സ്വാധീനിക്കാൻ സാധിച്ചാലോ, അതുകൊണ്ട് ഞാൻ ഗംഗേട്ടനെ ഒന്ന് വിളിക്കാമെന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അച്ഛന് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇനി വെളിച്ചനെ കൂടെ വിളിച്ച് ഇത് അറിയിക്കണോ, ആകെ നാണം കെട്ടിയിരിക്കുവാണ്, അതിൻ്റെ കൂടെ വെളിച്ചൻ ഇതിൻ്റെ അകത്ത് ഇടപെടത്തൊന്നുമില്ല, ഇതങ്ങനെ ഇടപെടാൻ പറ്റിയ കേസാണോ ഒന്ന് ആലോചിച്ച് നോക്ക്, പിന്നെ ഒരു കാര്യം ചെയ്യുക, ആ കൊച്ചനെ വിളിച്ച് പറ, അങ്ങേരാകുമ്പോൾ ഏത് ചീഞ്ഞ കേസും പിടിച്ചോളും എന്നാണ് മനു പറയുന്നത്. എന്നിട്ട് ദേഷ്യപ്പെട്ട് മനു ഫോൺ
വയ്ക്കുന്നുണ്ട്. ഫോൺ വെച്ച് കഴിഞ്ഞ് മനു മുകളിലോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും പുറകെ ചെല്ലുവാണ് കമല. എന്നിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, കൊള്ളാടാ നീ ഏതായാലും കൂടപ്പറപ്പിന് സ്നേഹം കാണിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേഷ്യം വരും മനുവിന്. മനു തിരിച്ചിറങ്ങി വന്നിട്ട്, അമ്മ എന്താ ഉദ്ദേശിച്ചത്? ഇപ്പം കേസിൻ്റെ രീതി എന്താണെന്നും അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അമ്മയ്ക്ക് അറിയാമോ? ഇല്ലല്ലോ. അതുകൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരം കമല ചോദിക്കും, എടാ അവനൊരു തെറ്റ് പറ്റി എന്ന് കരുതി നമുക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അവൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണ്ടേ എന്ന് ചോദിക്കുവാണ്. അന്നേരം മനു ചോദിക്കും, ഒരു തെറ്റോ? ഇതിനു മുമ്പ് അവൻ അലീനയോട് എന്താ കാണിച്ചത്? മയക്കുമരുന്ന് കലക്കി കൊടുത്ത് അവളെ റേപ്പ് ചെയ്യാനല്ലേ ശ്രമിച്ചത്? അന്ന് ഞാൻ അവനെ ഇഞ്ചി ചതയ്ക്കുന്ന പോലെ ചതിച്ചതാ. എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അതുകൊണ്ട് അവൻ പോലീസുകാർ 2 തല്ല് മേടിക്കണം, അതാ വേണ്ടത് എന്ന് പറയുമ്പം കമല പറയുവാണ്, അലീന അവൾ ഒറ്റ ഒരുത്തി ഇതിനെല്ലാം കാരണമെന്ന്. അന്നേരം ദേഷ്യം വന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, അവൻ്റെ കാമുകിയെ വിളിച്ചുകൊണ്ട് ഒരു വീട്ടിലോട്ട് ചെന്നു. അവിടെ 3 കൂട്ടുകാരും കൂടി ആ പെങ്കൊച്ചിനെ പീഡിപ്പിച്ചു. അതിൻ്റെ അലീന എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പം ദേഷ്യപ്പെട്ട് കമല പറയുവാണ്, അത് ഹരിയുടെ കാമുകിയൊന്നുമല്ല, രോഹിത്തിൻ്റെ കാമുകിയാണ്. രോഹിത്താണ് ഹരിയാനയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി ചീത്തയാക്കിയത് എന്ന്. ഇത് കേൾക്കുന്ന മനു ദേഷ്യം വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ തലയിൽ എന്താ ശരിക്കും വിഷമാണോ അതോ ആഴ്സനിക്കോ സയനൈഡോ എന്നതാ? ഇത്രയും വിഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മനു ആ വീട്ടിൽ നിന്നേ ഇറങ്ങി പോവുക. പിന്നീട് അലീനെ കാണിക്കുന്നുണ്ട്. അലീന രോഹിത്തിൻ്റെ റൂം മൊത്തം അരിച്ച് പെറുക്കി നോക്കുക കേട്ടോ. എല്ലാ ബുക്കും സഹിതം മറച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ മറച്ച് നോക്കുമ്പോൾ കുറേ മെമ്മറി കാർഡ് കിട്ടുന്നുണ്ട്, CD കിട്ടുന്നുണ്ട്. അതെല്ലാം ഓരോന്ന് കിട്ടുന്നതനുസരിച്ച് എടുത്ത് മാറ്റി മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ആ റൂം മൊത്തം അരിച്ച് പെറുക്കി തപ്പി ആവശ്യമില്ലാത്തതെല്ലാം മെമ്മറി കാർഡ്, CD അങ്ങനെയുള്ള സാധനങ്ങൾ, പെൻഡ്രൈവ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുവാണ് അലീന. ഈ സമയം അങ്ങോട്ടേക്ക് ഗോവർദ്ധൻ വരുന്നുണ്ട്. ഗോവർദ്ധൻ വന്ന് ബെല്ലടിച്ചിട്ട് നിൽക്കുന്നു. ഈ സമയം അലീന റൂമിലാണ്. റൂമിൽ നിന്ന് അലീന ബെല്ലടിച്ചത് കേട്ടില്ല. ഇറങ്ങി വന്ന് വാതിൽ തുറക്കുന്ന ബബിതയാണ്. ബബിത വാതിൽ തുറന്ന് കഴിയുമ്പോഴേക്കും ഗോവർദ്ധൻ അകത്തേക്ക് കയറുന്നതേ കൃഷ്ണമോളെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എങ്ങനെയുണ്ട് എന്ന്. അന്നേരം അച്ഛൻ ഇപ്പോൾ കുഴപ്പമില്ല, ഇനി 2-3 ദിവസം ICU കിടന്നാൽ മതി, അത് കഴിയുമ്പോൾ വീട്ടിലോട്ട് വിടുമായിരിക്കും എന്ന് പറയും. അത് കഴിഞ്ഞ് അലീന എന്ത് ചെയ്യുന്നു ചോദിക്കും. അപ്പോൾ അലീന മുകളിലുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറയുവാണ്. എന്നിട്ട് മുകളിലോട്ട് പോകാൻ തുടങ്ങുമ്പോൾ എന്തിനാണ് അവളെ കാണുന്നത് എന്ന് ചോദിക്കും ബബിത. അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അത് അവളോട് പറയണം എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് പിന്നെയും പോകാൻ തുടങ്ങുമ്പോൾ ബബിതയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുകയില്ല. അതെന്താ അവളോട് മാത്രം പറയുന്നത്? ഞങ്ങളാരും അച്ഛൻ്റെ മക്കളല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. ആ ചോദ്യം കേൾക്കുന്നതേ ദേഷ്യം വരുന്നുണ്ട് ഗോവർദ്ധന്. ഇപ്പം തന്നെ നിലയില്ലാത്ത രീതിയിൽ നിൽക്കുമ്പോഴാണ് അവളുടെ ഈ കുശുമ്പ് അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് ഗോവർദ്ധൻ നേരെ മുകളിലേക്ക് പോകുന്നു. ഈ സമയം അലീന ആ റൂം മൊത്തം നോക്കിയിട്ട് കിട്ടിയ മെമ്മറി കാർഡും പെൻഡ്രൈവും CDയും എല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി അതെല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് വരിക. അന്നേരമാണ് അങ്ങോട്ടേക്ക് ഗോവർദ്ധൻ കയറി ചെല്ലുന്നത്. കണ്ടു കഴിയുമ്പോഴത്തേക്കും ഓടി വന്ന് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛനിപ്പോൾ എങ്ങനെ ഉണ്ട് എന്ന്. അന്നേരം കുഴപ്പമൊന്നുമില്ല, ഇനി 2-3 ദിവസത്തോടെ അവിടെ നിന്ന് റെസ്റ്റ് എടുത്താൽ പോരായിരിക്കും എന്നിങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞ് രോഹിത്തിനെ കാണാൻ സാധിച്ചോ, അവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുവാണ്. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, അവനെ കാണാനൊന്നും സാധിച്ചില്ല, അവരിപ്പം പോലീസ് സ്റ്റേഷനില്ല, വേറെ ഏതോ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കേസ് നമ്മുടെ കയ്യിൽ നിൽക്കും എന്ന് തോന്നുന്നില്ല. അവിടെ SP ഒക്കെ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ആൾക്കാർ ചെന്നായിരുന്നു, ആകെ ബഹളമായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവന്മാരെ ക്യാമ്പിലേക്ക് മാറ്റിയത്. ഏതായാലും നല്ല ഇടി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് എന്നൊക്കെ പറയും. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, നമുക്കിനി എന്താ ആംഗിളെ ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും കാണുമോ എന്നൊക്കെ ചോദിക്കുമ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഈ കേസായി പോയില്ല, ഈ കേസ് കൊണ്ട് നമുക്ക് ആരെങ്കിലും പോയി സമീപിക്കാൻ പറ്റുമോ? ഒരു മെമ്പറുടെ അടുത്ത് പോലും പോയി സംസാരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നാറ്റം പിടിച്ച് കേസല്ലേ. എന്താ ചെയ്യുന്നത്? ഇതൊക്കെ അനുഭവിക്കണം, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ? എല്ലാത്തിനും അയച്ചു വിട്ടേക്കുമല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്തണമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും അച്ഛനോട് പോയി പറയരുത് കേട്ടോ, അച്ഛനത് സഹിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ അച്ഛൻ ആകെ തളർന്നിരിക്കുവാണ്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പം പറയണം, ജാമ്യം കിട്ടുമായിരിക്കും, വക്കീലിനെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊന്ന് ആശ്വസിപ്പിച്ചേക്കണം എന്നൊക്കെ അലീന പറയുക. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, എന്ത് ആശ്വസിപ്പിക്കുക, നാളെ പത്രം കിട്ടുമ്പോൾ എല്ലാം അറിയല്ലേ, എല്ലാവരുടെയും ഫോട്ടോ സഹിതം എല്ലാ വിവരങ്ങളും പത്രത്തിൽ വരും, പിന്നെ എന്ത് മറച്ചു പിടിക്കാനാ എന്നൊക്കെ ചോദിക്കും. അന്നേരം അലീന ആകെ വിഷമത്തിൽ, ഇനി എന്താ അവരുടെയൊക്കെ ഇനി മുന്നോട്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? സുനന്ദ ചേച്ചിയുടെ ഹസ്ബൻഡ് പോലീസിലല്ലേ, അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചു, പക്ഷേ ഫോൺ എടുക്കുന്നില്ല, അതുകൊണ്ട് ആ രീതിയിലൊന്നും മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല എന്ന് തന്നെ പറയുന്നു. ഏതായാലും ജാമ്യം കിട്ടത്തില്ല, കുറച്ച് ദിവസം റിമാൻഡ് ചെയ്യും, അകത്ത് പോയി തന്നെ കിടക്കണം, അതിൽ വലിയ മാറ്റമൊന്നുമില്ല എന്ന് പറയും. അത് കഴിഞ്ഞാണ് ഗോവർദ്ധൻ ഈ കയ്യിലിരിക്കുന്ന CD ഒക്കെ ശ്രദ്ധിക്കുന്നത്. ഇതെന്താണെന്ന് വയ്ക്കുമ്പം ഇതെല്ലാം രോഹിത്തിൻ്റെ റൂമിലിരുന്നതാണ്. ഏതായാലും പോലീസുകാർ വന്ന് അത് റൂം തപ്പും. അന്നേരം ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി വേറെ പ്രശ്നമാകണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഒരു മുൻകരുതലെടുത്തു എന്നേ
ഉള്ളൂ എന്ന് പറയും. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഏതായാലും കട അടച്ചിടാൻ പറഞ്ഞത് നന്നായി. കുറേ ആൾക്കാർ വന്ന് കടയ്ക്ക് നേരെ കല്ലെറിഞ്ഞായിരുന്നു. കട തുറക്കാതിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞ് പോലീസുകാരാണ് അവരെ അവിടുന്ന് മാറ്റിയത് എന്നൊക്കെ പറയും. ഏതായാലും കാര്യങ്ങൾ വളരെ ക്രൂഷ്യലായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പുറത്തിറങ്ങിയ ആൾക്കാരെ ഒന്ന് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. ചെന്നിട്ടുണ്ടെങ്കിൽ രോഹിത്തിൻ്റെ ബന്ധുവാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം പിടിച്ചകത്തിടും. ആ ഒരു അവസ്ഥയിലാണ് പോലീസുകാർ പോലും. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ശരണ്യ. ചേരിയില്ല അങ്ങനെ കണ്ട് കോളനിയിൽ താമസിക്കുന്നതാണ്. വലിയ കാശൊന്നുമില്ല. അങ്ങനെയുള്ളൊരു പെൺകുട്ടീനെ ഈ രീതിയിൽ മൃഗീയമായിട്ട് പീഡിപ്പിച്ചു. അത് വലിയൊരു സെൻസേഷൻ ന്യൂസ് ആകുന്നു. പാർട്ടിക്കാരെല്ലാം ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഗോവർദ്ധൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാനും ആ ഭാഗത്ത് തന്നെയാണ്, ആ പെൺകുട്ടിയുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന് അലീന അന്നേരം പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുന്ന അലീനയും ഗോവർദ്ധനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ഹരിയുടെ വീട്ടിൽ വന്നും ആൾക്കാർ ബഹളം വയ്ക്കുന്നുണ്ട്. അവിടുന്ന് കല്ലെറിയുന്നൊക്കെ ഉണ്ട്. ആകെ പേടിച്ച് കമല വന്ന് മനുവിനോട് പറയുന്നുണ്ട്. മനു റൂമിൽ കയറി വാതിലടച്ചിരിക്കുമായിരുന്നു. അന്നേരം മനു പറയുന്നുണ്ട്, നിങ്ങളുടെ മോന് പൊന്നാടി അണിയിക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ലേ, അങ്ങ് ഇറങ്ങി ചെന്ന് കൊടുക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ പോലീസിനെ ഒന്ന് വിളിച്ച് പറ എന്ന് കമല പറയുന്നു. അങ്ങനെ പോലീസിനെ വിളിച്ച് പറയുന്നു. പോലീസുകാർ വന്ന് അവരെ അവിടെ നിന്ന് നീക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബബിതയാണ്. ബബിതയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അലീനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അലീനയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞ് എല്ലാവരും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അലീനയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അലീന പറയുന്നുണ്ട്, നിനക്ക് എന്താ അറിയണ്ടേ, എന്നോട് ചോദിച്ചാൽ മതി, അതിനെല്ലാം മറുപടി ഞാൻ തന്നാൽ മതിയോ എന്ന് ദേഷ്യപ്പെട്ട് അലീന തിരിച്ചും പറയും. അന്നേരം ബബിത പറയുന്നുണ്ട്, എല്ലാവർക്കും നീ വലിയ ആളായിരിക്കും, പക്ഷേ എനിക്ക് നീ എൻ്റെ മുടിയുടെ അത്രയും പോലും ഇല്ല, ഒരു രോമത്തിൻ്റെ അത്രയും പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോകുന്നു. ദേഷ്യത്തോടെ നിൽക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.